ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ കാലത്തിന് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുക്കിങ്ങും അതുപോലെ തന്നെ കിച്ചൺ ടൂറും പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് വന്നിട്ടുള്ളൊരു ഗിഫ്റ്റ് ലെറ്ററും കൂടെ പറയാം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പത്തലും ചെമ്മീൻ കറിയായിരുന്നു. അപ്പോൾ അതിനായിട്ടുള്ള ആ ഒരു പൊടിയൊക്കെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ചുവന്നുള്ളിയും ജീരകവും കൂടെ ചതച്ചും കൂടി എടുക്കുന്നുണ്ട്. ഇനി കുഴച്ച് മാറ്റി വെക്കാം. പിന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ കറിക്കായിട്ട് മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ചെമ്മീൻ ചേർത്തിട്ട് അടച്ചു വെച്ചാൽ മതി. വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വെന്ത് വന്നോളും. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ പത്തലിനൊക്കെ പരത്തുന്നത്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. സത്യത്തിൽ ചോറ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങിയത്. പ്ലേറ്റിലെടുത്തിട്ട് വേണ്ട അളവിൽ മാത്രം പ്ലേറ്റിലെടുത്തിട്ട് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് അത് മാത്രം കഴിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് പച്ചക്കറികൾ, സാലഡ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. എന്നും നടക്കില്ലെങ്കിലും ചില ദിവസങ്ങളിലെങ്കിലും ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ലഞ്ചൊക്കെ കഴിക്കാറുണ്ട്. ഇതാണ് കേട്ടോ നമുക്ക് യൂട്യൂബിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ലെറ്റർ. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയെന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോണിറ്റൈസ് ആയി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ലെറ്റർ നമുക്ക് യൂട്യൂബിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഗൂഗിൾ ആഡ്സെൻസിൽ നിന്നാണ് ഈ ലെറ്റർ വരിക. നമ്മുടെ ബാക്കി പ്രൊസീജിയറിന് വേണ്ടിയിട്ട് കാണിക്കാൻ മാത്രം വലിയൊരു കിച്ചണൊന്നുമല്ല നമ്മളിത്. അതുകൊണ്ട് ഒരു ലോങ് വീഡിയോക്കുള്ള കണ്ടൻ്റ് ഒന്നും അതിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ ഏതെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് മാറ്റി വെച്ചേട്ടോ. കിച്ചണിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു ബാസ്ക്കറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര ചെറുതാണെങ്കിലും നല്ല യൂസ്ഫുള്ളാണ്. ഇത്ര കുഞ്ഞിതായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്രിഡ്ജ് സ്പേസിൽ ഇത് നീക്കി വെക്കാനും പറ്റും. തിണ്ണയിൽ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മാഗ്നറ്റിക് നൈഫ് ഹോൾഡർ വെച്ചിട്ടുണ്ട്. ഇതുപോലെ കത്രികയൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. വേണ്ടവർ അതിൽ പോയിട്ട് വാങ്ങിച്ചാൽ മതി. അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയായിരുന്നു. പിന്നെ ചിലരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു എഗ് ഹോൾഡറിനെ കുറിച്ചിട്ട്. ഇതുപോലെ മുട്ടയൊക്കെ അടുക്കി വെക്കാൻ പറ്റുന്നൊരു ഹോൾഡറാണ് ഇത്. ഹോം സെൻറ്ററിൽ നിന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്ന് തന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോർണറിലായിട്ട് ഇതുപോലെ ഒരു റാക്കുണ്ട്. ഇതിൽ ഉപ്പ്, പുളി, ഓയിൽ ബോട്ടിൽ, അതുപോലെ തന്നെ ടീ, കോഫി അങ്ങനെയുള്ള ബോട്ടിൽസൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഇതേപോലെ എൻ്റെ കട്ടിംഗ് ബോർഡ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ബോക്സും കൂടെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഏരിയ. ഇത് ബാംബൂവിൻ്റെ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ ഗ്രിപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വെച്ച് അരിയാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ ചിലരൊക്കെ ഈ ഒരു സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. സ്ക്രാച്ചൊക്കെ വരുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലീൻ ചെയ്ത് ഉണക്കി സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു കോർണറിൽ നമ്മളിതുപോലെയുള്ള ഒരു തിരിക്കാനൊക്കെ പറ്റുന്നൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിൽ സ്പാച്ചുല, അതേപോലെ ചോപ്സ്റ്റിക്ക്, ചെറിയ സ്പൂണ് കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒരു കുപ്പിയിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഇഞ്ചിയൊക്കെ കുത്തുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതും കൂടി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു കോർണറിൽ. അതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഗ്യാസ് സ്റ്റവ് വെച്ചിട്ടുള്ളത്. ഇതൊരു 4 ബർണർ ഗ്യാസ് സ്റ്റവ് ആണ്. ഓട്ടോ ഇഗ്നിഷനാണ്. അതായത് നമ്മൾ കത്തിക്കാൻ ലൈറ്ററൊന്നും ആവശ്യമില്ല, തന്നെ കത്തിക്കൊള്ളും. ഇപ്പോൾ വർക്കിംഗ് വുമൺ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ 4 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് പരിപാടി കഴിയും. അതിന് തൊട്ട് മേലെയായിട്ട് നമ്മൾ ഇതേപോലെ റാക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ എളുപ്പത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതൊരു കുറച്ച് നീളത്തിലുള്ള ഒരു കള്ളിയായിരുന്നു. അപ്പോൾ അതിൽ ഇതേപോലെ ടവർ പോലെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഈ ഒരു ബോട്ടിൽസിനെ കുറിച്ച് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോട്ടിൽ എയർ ടൈറ്റ് അല്ല. നമുക്ക് എളുപ്പത്തിൽ തീർന്നു പോകുന്ന സാധനങ്ങളൊക്കെ മാത്രമേ ആ ഒരു ബോട്ടിൽ വെക്കാൻ പറ്റൂ. തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു കോർണർ ഷെൽഫിൽ നമ്മൾ സ്പൈസസ്, അതേപോലെ തന്നെ ഉപ്പ്, ഈസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു കുപ്പി നമ്മൾ ലുലുന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അവിടെ ഒരു ഓഫർ ടൈമിൽ 99 രൂപയ്ക്ക് മറ്റായിരുന്നു നമുക്ക് ഈ ഒരു ബോട്ടിലുകളൊക്കെ കിട്ടിയത്. ഇത് നമുക്ക് ചരിച്ചും വെക്കാൻ പറ്റും, അതേപോലെ തന്നെ നിവർത്തിയും വെക്കാൻ പറ്റും. ഗ്ലാസ് ആണ് ബോട്ടിൽ. സ്റ്റീലും ഉള്ളിൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെയുള്ള അടപ്പൊക്കെ ആയിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ സ്നാക്ക് കാര്യങ്ങൾ, നൂഡിൽസൊക്കെ വെക്കുന്ന ആ ഒരു ഏരിയ ആണ് കേട്ടോ. ഈ ഒരു കബേർഡിലായിട്ട് നമ്മൾ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഇഡ്ഡലി പാത്രം, അതേപോലെ തന്നെ പാന്, എന്താ പറയുക, ഓട്ടടയൊക്കെ ചുടുന്ന ഓട് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. പുട്ടുകുറ്റിയൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ ഒരു കട്ട്ലറി റാക്ക് ഞാൻ അധികം കാണിക്കുന്നില്ല, കാരണം ഇത് നമ്മൾ എന്ന് വാരി വലിച്ചിട്ടിട്ടായിരിക്കും. ഇതുപോലെ
ഇത് ആലിക്കുട്ടിക്ക് കൈയെത്തുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഡെയിലി വൃത്തിയാക്കിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അവളെ അവളുടെ വഴിക്ക് വിടുക. അത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചെടുത്തുകൊണ്ടെന്ന് വെച്ചാൽ മതി. അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു ഷെൽഫിലാണ് നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, നമ്മൾ നല്ല പാൻ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ചട്ടികളും ഈ ഒരു ഭാഗത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. പ്ലേറ്റ്സൊക്കെ വെക്കാനായിട്ട് ഇതുപോലെ 2 ഭാഗങ്ങളുണ്ട് നമുക്ക്. ഒന്ന് വലിയ പ്ലേറ്റൊക്കെ വെക്കാനും അതിന് മേലെ തന്നെ ചെറുത് വെക്കാനുള്ളൊരു സ്പേസും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലെ കബേർഡിൽ നമ്മുടെ കുക്കർ, അതേപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. ഇതാണ് കേട്ടോ നമ്മൾ സിങ്ക് ഏരിയ. നമ്മൾ സോപ്പ്, ഡിഷ് വാഷർ, സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാവും. ഈ ഒരു ഭാഗത്ത് ഇതൊരു ഷെൽഫിൻ്റെ മോൾ ഭാഗമാണ്. ഈ ഭാഗത്തായിട്ടാണ് നമ്മളെ കെറ്റിൽ, എയർ ഫ്രയർ, മിക്സി ഇത് 3ഉം വെച്ചിട്ടുള്ളത്. ഈ ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്താക്കിയതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. തൊട്ടടുത്ത് തന്നെ ഒരു പ്ലഗും ഉണ്ട്. ഈ ഷെൽഫിലാണ് നമ്മൾ കുറച്ച് ക്രോക്കറി ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ളത്. സിങ്കിന് തൊട്ടടുത്തായിട്ടുള്ള റാക്കിലാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കപ്പുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇത് ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിന് തൊട്ട് മേലെ സ്റ്റീല്, സെറാമിക്കും കൂടെ വെച്ചിട്ടുണ്ട്. കപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കുറച്ച് നീളത്തിലുള്ള ഒരു ഷെൽഫും കൂടി ഉണ്ട്. അതിൽ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ്, ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതും ജഗ്ഗും ഈ ഒരു ഭാഗത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ കുഞ്ഞ് കിച്ചണാണ്. ഈ ഒരു കിച്ചണിൽ നമ്മൾ എല്ലാത്തിനും ഓരോരോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര തിക്കി തിരക്കി സാധനങ്ങൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉപയോഗിക്കാനും എളുപ്പമാണ്, വൃത്തിയാക്കി വെക്കാനും നല്ല സുഖമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു ചായ കുടിച്ചായിരുന്നു. ഈ ഇട്ടേക്കുന്നത് ബ്ലാക്ക് കാർഡുമാട്ടോ. ഞാൻ കറുത്ത ഏലക്കായ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് നമുക്ക് ലുലുന്ന് കിട്ടിയതായിരുന്നു ഒരു പ്രാവശ്യം. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു നമ്മൾ നോർമൽ ഏലക്കായനേക്കാളും. ഇത് കോഴിക്കോട് ലുലു മോളാണ് കേട്ടോ. ഇത് മോൾ പർപ്പസിനൊക്കെ അല്ലെങ്കിലും നമ്മൾ ഹൈപ്പർ മാർക്കറ്റ്, അതേപോലെ തന്നെ ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറും ഇവിടെ അടിപൊളിയാണ്. നമുക്ക് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെയുള്ള കുറേ ആക്രി പിക്രി സാധനങ്ങൾ, നമ്മൾ പറയാം ഒരു 100 രൂപയിലൊക്കെ താഴെ വരുന്ന നമുക്ക് ഇഷ്ടമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഐറ്റംസ്. ഈ ഒരു ഗ്ലാസ് ജാർ ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ നോക്കി വെച്ചതാണ്. ഇതിൻ്റെ ചെറുത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഗ്ലാസ് ആണെന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. പക്ഷേ ഇത് അക്രിലിക് ആണ്. അക്രിലിക് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് വീഴും. അതുകൊണ്ട് അതങ്ങനെ തന്നെ അവിടെ വെച്ചിട്ട് നമ്മൾ നേരെ പോന്നു. സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ള പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നമ്മളത് അന്നന്നെ അതിൻ്റെ ബോട്ടിലേക്കൊക്കെ വൃത്തിയാക്കിയിട്ട് വെക്കുക എന്നുള്ളത്. എനിക്കിതുപോലെ ലേബിലൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെക്കുന്നതാണ് ഇഷ്ടം. സംഭവം ചിലപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാഞ്ഞൊക്കെ പോവും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒന്നുകിൽ അത് മായും, അല്ലെങ്കിൽ ഞാനത് മായ്ച്ചിട്ട് വീണ്ടും എഴുതും. ഒരു തരത്തിൽ അതൊരു നാരായണത്ത് ഭ്രാന്തൻ പരിപാടിയാണെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നാറുണ്ട്. കാരണം കുറച്ച് ദിവസമെങ്കിലും അത് പുതിയതുപോലെ ഇരിക്കും. മാത്രമല്ല നമുക്ക് ഒരു കുറച്ച് റിലാക്സിങ് ആയിട്ടൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി. പുതിയ കുപ്പികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒട്ടിച്ചിട്ട് എഴുതും, അല്ലാന്നുണ്ടെങ്കിൽ മായ്ച്ചിട്ട് വീണ്ടും എഴുതും. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ 2 കുപ്പികളൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുറച്ച് നെല്ലിക്കയും അമ്പഴങ്ങ, എലന്തപ്പഴമൊക്കെ കുറച്ച് ഉപ്പിലിട്ടും കൂടി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ.